ഇന്ന് നോക്കാൻ പോണത് കാട്ടിൻ്റെ ഉള്ളിൽ ട്രൈബ്സിൻ്റെ കൂടെ ഉള്ളൊരു മീൻ പിടിക്കണ ഏരിയയാണ്. ട്രൈബ്സ് നമ്മളെ കൂടെ ഉണ്ട്, വയനാട്ടിലാണെന്നുള്ളത്. നമ്മൾ ഏകദേശം നല്ല രാത്രി 2 മണിക്കാണ് ഈ ഏരിയയിൽ എത്തുമ്പോൾ, മീൻസ് ഈ പ്രോപ്പർട്ടിയിൽ എത്തുമ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് പോകാണ്ടെന്ന് അവർ പറഞ്ഞത്. എന്തായാലും ഇവരെ കൂടെ പോയിട്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവരെ കൂടെ നമുക്ക് കണ്ടു നോക്കണ്ട, ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന പോലത്തെ ഒരു പനമ്പട്ട പോലത്തെ ചൂണ്ടലാണ് ഇവരെടുത്തുള്ളത്. ഒരു യൂസ് ചെയ്ത ആൾക്കാർക്ക് കാര്യം ഇങ്ങനത്തെ ഒരു ചൂണ്ടലാണ് ഇവരെടുത്തുള്ളത്. നമ്മളെ കൂടെ ഒരു ബോഡി ഗാർഡ് ഉണ്ട് കേട്ടോ. കുറച്ച് നേരം മുമ്പ് നമ്മളെ കൂടെ ഇവരിപ്പോൾ പോയിക്കണമെന്ന് പറഞ്ഞാൽ ഇര പിടിക്കാനുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങോട്ട് തപ്പി ഇര തപ്പി പോവാണ്. ഇങ്ങോട്ട് അവർ പോണതാ, നായും കൂടെ ഉണ്ട് കേട്ടോ. ചളിയാണ്, ഇങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു നിന്നോട്. പക്ഷേ എങ്ങനെ പിടിക്കണം നമുക്ക് കാണാം. പണ്ടൊക്കെ നമ്മൾ മണ്ണ് മാന്തിയിട്ട് പിടിച്ചിട്ടുണ്ടായി പാടത്തൊക്കെ, ഞാഞ്ഞൽ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അതിന് പിടിക്കാം. നമ്മുടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഏരിയ ആണ് നിൽക്കുന്നത്, ചളി പാടം ബേസ് ഏരിയയാണ്. ഇറങ്ങി തപ്പണവർ നമ്മുടെ നാട്ടിൽ ഇതേപോലെ പണ്ട് പിടിച്ചിരുന്നത്. നമ്മുടെ കൂടെ ഉള്ള ഒരാളാണത്. എന്താ നിൽക്കുന്നത് നമ്മളെ സിനാനെ നമ്മൾ 3 പെട്ടെന്ന് വന്നിക്കണത്. ചളി നിറയുന്നത് മൊത്തം ചളിയാണ്. ചവിട്ട നല്ല പോലെ വെച്ചല്ലേ, താവുണ്ട്. ഇവരെങ്ങനെയാണ് അതിനുള്ളിൽ പോകണം? ഇവർ ഇതിനുള്ളിൽ തപ്പി പിടിക്കണം നേരൊക്കെ. ഇവിടെ ഇവർ മാന്തി നല്ല ചളി ഉണ്ട്. ചെരുപ്പ് ഊരിട്ട് കയറിക്കോ. എൻ്റെ മറ്റേ ബാക്കിൽ സ്ട്രിപ്പില്ലാത്തല്ലേ, ചെരുപ്പ് അടിക്ക് പോയി കിട്ടില്ല, സഫായിന് കിട്ടും. എൻ്റെ കിട്ടില്ല ചെരുപ്പ്, വെറുതെ പണിക്ക് കണ്ട. 2 ആൾക്കാർ ആ ഭാഗത്ത് കൂടി മാന്തുണ്ട്. നല്ല ചളി ഉണ്ട് കേട്ടോ ഏരിയയിൽ. ട്രൗസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പണി പാടും. ചെരുപ്പിട്ട് എന്തായാലും പോകും, ചെരുപ്പ് മസ്റ്റാണ്. കാരണം താന്നാ കിട്ടില്ല, വലിച്ചാൽ കിട്ടൂല. എൻ്റെ കിട്ടും, സ്ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് വലിച്ചാൽ കിട്ടും. ഓ ഈ ഭാഗത്തൊക്കെ നല്ല ആയുണ്ട്. ഇവിടേക്ക് വന്നതായിരുന്നു ഡാം കാണാൻ പറ്റുമെന്നില്ല. പക്ഷെ ഇവിടെ നിറച്ച് കാടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് വന്ന ടൈമിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി അങ്ങോട്ട് മാറ്റിച്ച്. അപ്പം ഇനി നടന്നിട്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് അവരുടെ കൂടെ വേറെ ഉള്ളേരിയ കൂടി വൈകിണ്ട്, അവർക്ക് അറിയുള്ളൂ. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകാം. അപ്പോഴേ കറക്റ്റ് പ്ലേസ് ഉള്ളൂ. ഇത് കൂടി പോയാൽ നല്ല ആയുള്ളൊരു ഏരിയ കൂടിയാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അവരെ ആ ഇര പിടിക്കണ ടൈം വരെ വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. കല്ലും മുള്ളും അയ്യവ ഇതിൽ കൂടെ ഒന്ന് ഇപ്പുറത്തൊന്നും ആൾക്കാർ പോയിട്ടുണ്ട്. ഇവർ മാത്രം പോണ ഏരിയ തോന്നണേ. 3 ആളായി മാറി. ഒരാൾ ഇവിടെ സൈഡിലേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയിരിക്കണേ. എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. എടാ ഇതാ ഇര എല്ലാം നിൽക്കണേ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അല്ലേ സാധനം. അട്ട കടിച്ചോ സ്വർഗത്ത് പോകുന്നതാണ്. അട്ട കടിച്ചോ ഡയറക്റ്റ് സ്വർഗത്തിനാ. ഇതഞ്ഞ് ഇവരെ കൂടെ പോവാ. ഇര പിടിക്കലൊക്കെ കഴിഞ്ഞു പെട്ടെന്ന്. ചെരുപ്പിട്ടിട്ടുള്ള വരവ് റിസ്കബിളാണ്. ഇനി എന്തായാലും ഡാമിൽ പോയേക്ക് കൂടെ. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അയ്യവ അടിപൊളി സ്ഥലട്ടാ. ഇവിടെ ഫുട്ബോൾ കളിക്കലുണ്ട് ട്രക്കന്മാർ. ഫുട്ബോൾ ഏരിയ തോന്നുന്നത്. ഇതിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റാണ്, പക്ക ഫോറസ്റ്റാണ്. ഇതിന് ഉള്ളിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഫോറസ്റ്റിൻ്റെ ഗാർഡ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി മരങ്ങളൊക്കെ പൂട്ട് നിൽക്കണേ. ഈ സൈഡ് ഇത് ഫോറസ്റ്റ് അതിരല്ല, ഇതാണ് ഇത് അതിരൻ ഫോറസ്റ്റിൻ്റെ അതിരാട്ടാ. എന്തായാലും ഇവരെ കൂടെ നമുക്ക് ഇനി ഉൾക്കാട്ടിലേക്ക് പോകാം. കാലൊക്കെ അതേപോലെ പോണത്. കേൾക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല. ബാക്കിൽ ഒരാളുടെ നല്ല സിനാതാ. അവിടെ ഇതിനുള്ള ഷെഡൊക്കെ ഉണ്ടല്ലോ ഇതിനുള്ളിലാ. നല്ല നാട്ടിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഏരിയ. ഒരു സൗണ്ടൊന്നും ഇല്ല, വാഹനത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്നാൽ ഡാം കാണാൻ പറ്റും, ഞാൻ കാണിച്ചുതരാം. ഫോറസ്റ്റുകാരെ റെസ്റ്റ് ഹൗസാണെന്നാണ് പറഞ്ഞത്. രാത്രി കാലങ്ങളിൽ വരണേ, ഓപ്പണാണൊക്കെ തുറന്നിട്ടിരിക്കണേ. കിടക്കാനുള്ളൊരു ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ല. കുടിവെള്ളത്തിനുള്ള സോഴ്സും. ഇതാണ് ഡാമിൻ്റെ റിസർവോയർ. ഞാൻ പറഞ്ഞില്ലേ അത് ഈ സംഭവമാണ്. പിന്നെ ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബെഞ്ചിതാ. ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിങ് കോബ്രയും കാര്യങ്ങളൊക്കെ മേറ്റിങ് നടക്കുന്ന ടൈമാണ്. കാട്ടിനുള്ളിൽ. അപ്പോൾ കാട്ടിനുള്ളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം ഈ നവംബർ ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളിൽ ഒരു മേറ്റിങ് കഴിഞ്ഞ് എഗ് ചെയ്യാൻ വേണ്ടി പോണ
ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ വരെ ചവിട്ടിലൊക്കെ പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷം അവർ കുത്തിക്കയറ്റും. കാട്ടിൻ്റെ ഉള്ളിലാട്ടോ, ഒരു സൈലൻറ്റ് ഏരിയ. ഓ പക്കാ സൈലൻറ്റ്. ഇതിലുള്ള കാട്ടുപോത്തിൻ്റെ കാലാന്ന് തോന്നുന്നത്. കുറേ കാലുകളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നാട്ടിലത്തെ പോത്തുകൾ പോയതാണോ, മീൻസ് ഫാമിങ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ, അവർ പോയതാണോ എന്താണെന്നറിയില്ല. നേരത്തെ നമ്മൾ കണ്ടില്ലേ നല്ല അത് ചെതൽപ്പുറ്റ്, ഇതൊക്കെ ചെതൽപ്പുറ്റ്. ഒരു ടെറർ പ്ലേസ്. പക്ക അതൊക്കെ കുറേ ചെതൽപ്പുറ്റുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സെറ്റായിരുന്നു. ഇനി ട്രൈബ്സിൻ്റെ കൂടെയാണ് 2 ദിവസം ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക നമ്മളെ ചാനലിൽ. ഡാം അവിടെ നിന്ന് അടുത്തൊരു വട്ടം ഇവിടുന്ന് ഡാം സൈഡിക്കൊക്കെ കാണാം. മരം വീണതാണല്ലോ. അടിപൊളി വയ്യാളാണ്. ഒന്ന് തേക്കിയാൽ എക്സ്പൾസേറ്റ് എന്നാ എൻ്റെ. അതാ ഇത് മറ്റേ ആനത്താരൊന്നുമല്ലല്ലോ. നല്ല റോഡ് ഇപ്പോൾ കിട്ടിയ കുറേ സമയങ്ങൾക്ക് ശേഷം. ഡാം അതാ മോനെ. ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നമുക്ക് ചാടാം കുളിക്കാൻ. താമര ആമ്പലാവും. കുറേ സമയം നമ്മൾ കാട്ടിനുള്ളിൽ കൂടി തേരാപ്പാരം നടക്കണേ. എന്താ ലെഫ്റ്റ് സൈഡിലും ഡാമാണ്, നമ്മളെ റൈറ്റ് സൈഡിലും ഡാമാണ്. 2 സൈഡിലും ഡാമാട്ടോ അവിടെ നിന്നുള്ള വ്യൂ. ഇവിടുന്ന് കുളിക്കാൻ പ്ലാനുണ്ട്. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. എടാ ഇതാ നീ വയലറ്റ് ആമ്പലുള്ള ഒരു വിത്ത് കൊണ്ടുപോകണം. വയലറ്റ് ആമ്പല്. പണ്ട് റിസർവോയറിൽ പിന്നെ അതുപോലെ ഇവിടെ ഒരു യക്ഷി ഉണ്ട്. അതിനെ കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ വന്നത്. പക്ഷേ യക്ഷി നമുക്ക് നിർഭാഗ്യവശാല് കേൾക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ വന്നത്. പക്ഷെ ഇന്ന് അതില്ല. എന്തായാലും അത് വരുന്ന ടൈമിൽ ഒരിക്കൽ കൂടി വരണമെന്നൊരു ആഗ്രഹമുണ്ട്. ക്യാമ്പ് ചെയ്യണം ടെൻ്റ് അടിച്ചിട്ട്. ഈ വയലറ്റ് ആമ്പല് ഇതാ വയലറ്റ് ആമ്പൽ ഇട്ടാ. ഞാൻ കണ്ടിട്ടില്ല വയലറ്റ് ആമ്പൽ, ആദ്യമായിട്ട് കണ്ടത്. അടിപൊളി വയലറ്റ് ആമ്പൽ. പക്ഷെ അവർ ഇനിയും കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ചൂണ്ടുണ്ടായെന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഇനിയും സ്പോട്ട് ഉണ്ട് തോന്നുന്നത്. ഒന്ന് ചളിയാണ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി പോണത്. വീണ്ടും ഇനി ഉള്ളിൽ പോയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ വന്ന് കാണാനുണ്ടാവും കിട്ടി. അവിടെ ചിലപ്പോൾ മീൻ കിട്ടുന്ന ഏരിയ ഉണ്ടാവുക. ഏതായാലും അവരെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പോവാം. നടന്നോളൂ. അത് വേറെ എവിടെ പോകണേ. നമ്മോട് മേഡത്തിലിപ്പം പോകാൻ വേണ്ടി പറഞ്ഞ് മേഡം മുന്നിലത് 3 ചൂണ്ടിലേക്ക് പോകണേ. ഇതാണ് വലിയ മേഡം. ഇനി എത്ര ദൂരമുണ്ട്? ഒരുപാട് ദൂരം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇതാ മുന്നിൽ കാണുന്നുണ്ട്. കേട്ടാവും ഇത് ഏതൊക്കെ ഏരിയ ഉള്ളിൽ കൂടി അതാ ചേച്ചി പോണേ. അടച്ചേ പക്ഷികൾ പറഞ്ഞ സൗന്ദര്യം പേടിക്കണ്ട. അടച്ചേ കബോൺ അതാ പഠിച്ച ഇഞ്ഞും പോണാ. എടാ അവിടെതാ താന്ന് പോയിക്കോ. ഇവിടെ ചുവപ്പ് ആമ്പല്, അടിപൊളി ആമ്പല്. ചുവപ്പ് ഇവിടെ ആയുണ്ടാവും ചിലപ്പം. മുള്ളുണ്ട് കേട്ടോ. എടാ ഇത് കോഴിപ്പൂ എന്ന് പറഞ്ഞ സാധനമല്ലേ? അതല്ലല്ലേ? ഇത് വേറെന്താ സാധനമുള്ള നമ്മുടെ നാട്ടിലുണ്ടാണ്. ഇത് വേറെന്താ സാധനം? കോഴിപ്പൂ എന്ന് പറഞ്ഞതല്ലേ? നീലക്കോഴി 3 ഐറ്റം താമരതാ. 1 ആമ്പല്, ചുവപ്പ്, വയലറ്റ്, റെഡ്, വൈറ്റ്, 3 ചൂണ്ടലിൽ ഇര കോർക്കാണ് ഇവർ. ഇര കോർക്കുക അവരെടുക്കുക. ഏതാ ഇവിടെ ചൂണ്ടലിട്ടേ ആണ്ടല്ലേ? അതെന്താ തേനീച്ച കൂടാ?
ചെതൽപ്പുറ്റിട്ടാണ് ഇവരുടെ മീൻ വരാൻ വേണ്ടിയിട്ട് ചെതൽപ്പുറ്റിട്ടാണ് വരിക. അതാ ഇനി ഒന്നിട്ട് പോകണ്ട. അത് എവിടെ ഇടാനുള്ള പരിപാടി ഒന്നല്ല രണ്ടെണ്ണം തോന്നണേ. അതാ അപ്പോൾ അവിടെ എവിടെ ഒരു ഇടും. അതാ ഇട്ട് വെച്ചാൽ ചെതൽ മിക്കവാറും വെള്ളത്തേക്ക് ഇറങ്ങിപ്പോവും. ആ ടൈമിൽ ഇവർക്ക് മീനെ പിടിക്കാനുള്ള ടിക്കാന്ന് തോന്നുന്നത്. മീനെ തിന്നാൻ വേണ്ടി ചെതലിനെ തിന്നാൻ വേണ്ടി മീൻ വരില്ല. ആ ടൈമിൽ ഇവർ പിടിക്കാതെ ടിക്കാം. അതാ വീണ്ടും വരില്ല വെള്ളത്തിൻ്റെ തോന്നണേ. യെസ്, ഇരക്കെ കോർത്ത് മീൻ ചൂണ്ടിട്ടിക്കണ്. എന്താണ് അവൻ കിട്ടുകയെന്നറിയില്ല. അടുത്ത് വലിയ മീൻ ഉണ്ടാവുമോ? അവരെന്തായിരുന്നു ചോദിച്ചോക്കാ? ആ ചേച്ചിതാ വള്ളത്തേക്ക് ഇറങ്ങി ചെന്ന് ചൂണ്ടിട്ടേ. ഇന്നത്തെ പരിപാടി അതാ. ചേച്ചി അവിടെ പോയിട്ടുണ്ട് ചൂണ്ടല്. ആ പുതിരും ഏര് പിടിക്കാൻ വേണ്ടി പാത്രങ്ങളാവും. കൈയും കാലത്ത് കേൾക്കണതാ. എറിഞ്ഞി ചെതൽപ്പുറ്റി എറിഞ്ഞി. ഏകദേശം നമ്മൾ 25 മിനിറ്റ് നടന്നിട്ടാണ് ഈ സ്പോട്ടിൽ എത്തിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ എങ്ങനെ ഏതാണെന്ന് വയ്യെന്നറിയില്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ല നമ്മളെ കൂടെ. എന്തായാലും ചെന്നോക്കാം. എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. നോ ഐഡിയ. എന്തായാലും മീനെ കിട്ടുമെന്ന് നോക്കട്ടെ. മീനെ കിട്ടിയാൽ എന്തായാലും ഒരു 10 നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 എന്തായാലും പോവുകയും ചെയ്യും. എന്നാൽ അത് കുടിവെള്ളം കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല. അതുണ്ടായത് പ്ലാനിങ് ആയിട്ടുള്ള ട്രിപ്പ്. പ്ലാനിങ് ആയിട്ടുള്ള വരവല്ല. ഇത് കുടിക്കാനാ പിന്നെ അതാ ആ ചൂണ്ടിൽ കൊത്തിക്കണി ചെറുങ്ങനെ പോയി തോന്നുന്നു. വലിയ മേഡം ഓക്കെ പറയാം. നമ്മൾ തിരിച്ചു പോവുകയാണ്. മീനിനെ ഏകദേശം നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നിന്നിട്ട് ഇനിയിപ്പോൾ അവർ കഞ്ഞൂരി മുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി ശരിക്കും അറിയില്ല. വെള്ളമൊന്നും എടുത്തില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഡാമിൻ്റെ അടുത്തേക്ക് ആകുമ്പോൾ വരാന്ന് വെച്ച് പോകുന്നത്. പക്ഷേ ഡാമിൽ നിന്ന് കുറേ ഉള്ളിൽ പോകുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് കുറേ ഉള്ളിൽ പോകുന്നത്. പക്ഷേ 20 മിനിറ്റ് നടന്നിക്കണേ. അപ്പോൾ എന്തായാലും ഇനി ഒരു മീൻ കിട്ടി നമ്മൾ കാണിച്ചു തരാൻ നടക്കണേ. നമുക്ക് കാണാൻ പറ്റില്ല മീൻ പിടിക്കണേ. പിന്നെ കൂടുതൽ നിൽക്കാനും പറ്റില്ല, കുടിവെള്ളമൊന്നും ഇല്ലാത്തല്ലേ. അപ്പം ഇപ്പോൾ ഉള്ള വൈക്ക് കൂടി എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് പോട്ടെ. എപ്പോഴാണ് എത്തുക, എങ്ങനെ എത്തുകയെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ അതിസുന്ദരമായി കാട്ടിൻ്റെ ഉള്ളിൽ വഴി തെറ്റിക്കുക. നമുക്ക് ഏത് ദിശയൊക്കെ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും വന്നപ്പോൾ ഒരു കരടി മാതിരി സ്പോട്ട് കണ്ട്. കരടീനെ തോന്നുന്നു. സാധാരണ കരടിയാണ് ഇങ്ങനെ മണ്ണ് മാന്തൽ. വേറൊന്നും കാണില്ല. കാണിച്ചു തരാം. ഇതാ ഇത് കരടി മാന്തൽ തോന്നുന്നുണ്ടോ? കാരണം സംബന്ധം വെച്ചാൽ വേറെ വൈൽഡ് അനിമലൊന്നും മാന്തരം കണ്ടിട്ടില്ല. എടാ ഹോളാക്കി വെച്ചിരിക്കണം താഴത്തേക്ക്. ചെതൽ തപ്പിയാവും മരത്തിൻ്റെ അടിയിൽ. പറയാൻ പറ്റൂല ഇനി എന്താ ഉള്ളത്. എന്തായാലും നമ്മളെ നല്ല നൈസായിട്ട് വയ്യാണ്ട് തെറ്റിയും കാട്ടിനുള്ളിലേക്ക്. അവർ അവിടെ മീൻ പിടിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. പോയി നോക്കി നമ്മൾ തിരിച്ചിട്ട് എങ്ങനെയുള്ളത്. ഈ പൂവിന് പ്രത്യേകത ഉണ്ട്. ഈ പൂവിന് പ്രത്യേകത അറിയോ? പണ്ട് സ്കൂൾക്കൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ഇതേപോലെ ഈ സാധനം എടുത്തുകൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ വേരും ഒക്കെ പാടെ കൂട്ടിയാണ്ട് പാക്ക് പോലെ തിന്നൂരുണ്ടാവും. അത് വെറ്റിലിൻ്റെ അതേ ഇത് കിട്ടും. റിസൾട്ട് കിട്ടി വന്ന് തിന്നൂരുണ്ടാവും. നാവൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാപ്പം തിന്നിക്കണില്ല. ട്രൈ ചെയ്തൊക്കെ ഉണ്ടേ. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും എല്ലാം കാണലൊന്നുമില്ല. അങ്ങനെ നമ്മൾ വളരെ കൃത്യമായി തിരിച്ചെത്തിക്കണേ. വയ്യ എങ്ങനെയൊക്കെ നമ്മൾ കിട്ടി. എന്നിട്ട് 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കറങ്ങിയിട്ടുണ്ടാവില്ല. അതിൻ്റെ കൂടുതലൊന്നുമില്ല. എന്തായാലും തിരിച്ചെത്തി. മീൻ എന്തായാലും അവർ കൊടുന്നിട്ട് ഞാൻ കാണിച്ചു തരേണ്ട വീഡിയോയിൽ എന്താണ് മീൻ കിട്ടിയെന്നുള്ളത് കേട്ടോ. തിരുത്തുണ്ട്. നമ്മൾ വന്ന സ്ഥലത്ത് ആന മാത്രമില്ലാത്തുള്ളൂ, പുലിയുണ്ട്. പുലിയും കാട്ടുപോത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞാന്നറിയില്ല.
നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. സംഭവം ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സാധന ജംഗമ വസ്തുക്കളും ഉണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ ചെക്കിംഗ് ഉള്ളൊരു ഏരിയ കൂടിയാണ്. നമ്മൾ എന്ന ടൈമിൽ കാണാനില്ല, ഫോറസ്റ്റ് വണ്ടിയൊക്കെ അവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. ഇതിനുള്ളിൽ മീൻ പിടിക്കാൻ കുറേ ആൾക്കാർ വരലുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിനുള്ളിൽ തേക്കും ഉണ്ട്. തേക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എന്തായാലും ഫോറസ്റ്റ് എന്തായാലും ഇതിനുള്ളിൽ കിടന്ന് കറങ്ങും. അപ്പോൾ ഈ ഏരിയൻ്റെ ഉള്ളിലേക്ക് വരൽ റിസ്ക്കാണ്. ആരും കണ്ട് വന്ന് പണി മേടിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഫോറസ്റ്റുകാർ എങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ സീനാവും. നമ്മൾ ഏകദേശം ഇപ്പോൾ കാട്ടിനുള്ളിൽ കൂടി 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ 20 മിനിറ്റാണ്. എന്നാൽ ഏകദേശം 1 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അവിടെ കറങ്ങിക്കണേ. വരുമ്പോൾ ഒയ്യും തെറ്റി. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ടീംസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കേസാവും. അപ്പോൾ എന്തായാലും മീൻ വന്നതിന് ശേഷം ഞാൻ ഇനി വരുള്ളൂ ഫ്രെയിമിൽ മീനായിട്ട് വരാം. ഓക്കെ.